25 രൂപയ്ക്ക് ബൈക്ക്, സ്വാമി 30 രൂപയ്ക്ക് ഐഫോൺ, അവര് വന്നു. 50 രൂപയ്ക്ക് വരാൻ പറ. സ്വാമി കേറി വരൂ മകനെ. ഇരിക്കൂ മക്കളെ. എന്താ ദേവി കുട്ടികൾ കാണിക്കുന്നേ? എന്താ പ്രശ്നം? ഞാൻ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ട് ഒരു മന്തിക്കട തുടങ്ങി. ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ അവിടുന്ന് മന്തി കഴിച്ച കുറച്ച് പേർക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്ന് കൂട്ടി. അതോടുകൂടി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കളിയാക്കലും ഊക്കലും ഒന്നും കൂടെ കൂടി. ജയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാർവാടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി ഒരു കഫേ തുടങ്ങി. പിള്ളേരുടെ കയ്യിലിരിപ്പ് കാരണം അതും പൂട്ടി. ഞാനിപ്പോ ആകെ പെട്ട് നിൽക്കാണ് സ്വാമി. ശുക്ലാംബരം ശശിവർണം കടലുണ്ട്. പിന്നാലെ തോന്നുന്നു ദേവിയെ. എല്ലാം കാണുന്നു. നിന്റെ നാശം തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വാമി അങ്ങനെ പറയല്ലേ. നിന്റെ കൂടെ ഉള്ളവര് തന്നെയാണ് നിനക്ക് പ്രശ്നം. ഈ കുഞ്ഞല്ല പിന്നെ ദേവി. ആ പ്രശ്നം എനിക്ക് കാണിച്ചു തരൂ. നിനക്കൊരു കാമുകിയുണ്ടല്ലേ? ഉണ്ട് സ്വാമി. അവൾ എന്നും നിന്റെ ജീവിതത്തിൽ പടിയിറക്കുന്നു. അന്ന് നീ ഗതി പിടിക്കുന്നു. അയ്യോ അവളില്ലാതെ എനിക്ക് പറ്റില്ല സ്വാമി. കഷ്ടം തന്നെ. നിനക്ക് നശിച്ച ജീവിതം വേണോ ലക്ഷ്യമായിട്ട് ജീവിക്കണോ? അവളെന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ ഞാൻ രക്ഷപ്പെടും ഉറപ്പാണോ? സംശയം വേണ്ട, തീർച്ച തന്നെ നീ രക്ഷപ്പെടും. എന്നാ ഞാൻ അവളെ ഒഴിവാക്കാൻ സ്വാമി. ഗുഡ് ബോയ്. നിന്റെ നല്ല കാലം വരാൻ പോകുന്നു. ധൈര്യമായിട്ട് ചെന്നോളൂ. മാറിപ്പോയോ? കെട്ടിച്ചേരോടാ മാറി നിനക്ക് എന്റെ മോളെ. എന്റെ അടുത്താ നിന്റെ കളി. നിന്റെ കൂട്ടുകാരൻ എന്റെ പുളിങ്കൊമ്പല കയറി പിടിച്ചേക്കുന്നത്. അവനെ അവളും തമ്മിലുള്ള ബന്ധം എങ്ങനെയല്ലേ നീ നിർത്തി തരണം. എന്റെ മോളൊക്കെ അവന്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവള് മരിക്കുന്നതിന് തന്റെ എന്റെ ചങ്കാണ് അവൻ. അവൻ നമ്മളെ തന്നെ കെട്ടും. ഞാൻ കെട്ടിക്കും. നീ വെറുതെ ചെയ്യണ്ട. ഇതിനകത്ത് കുറച്ച് കാശ് ഞാൻ ശ്രമിക്കാം. അത് പറയാൻ പറ്റും. മതി. അത് കേട്ടാ മതി.